ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനായ അല്ലാഹു 3 വസ്തുക്കളെ വെച്ച് നീട്ടുകയാണ്. സുലൈമാനെ, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാ സുലൈമാനെ. അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് 3 വസ്തുക്കൾ നൽകുകയാണ്. 1 പരിശുദ്ധമാക്കപ്പെട്ട വിജ്ഞാനമാണ്, 2 സമ്പത്താണ്, 3ാമത്തത് അധികാരമാണ്. ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബുദ്ധിമാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വിജ്ഞാനത്തെ തിരഞ്ഞെടുത്തു അത്രേ. അറിവ് ഉണ്ടെങ്കിൽ സർവ്വതും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ്. ഫഅതാഹുല്ലാഹു അസ്സ വജല്ല അൽ മുൽക വൽ മാല വൽ ഇൽമ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, വിജ്ഞാനത്തെ തിരഞ്ഞെടുത്ത കാരണത്താൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം നൽകുകയാണ്. തീർന്നില്ല, സമ്പത്ത് അല്ലാഹു നൽകുകയാണ്. സമ്പത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുകയാണ്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാ, അദ്ദേഹത്തിന് അല്ലാഹു ഇൽമു നൽകിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇൽമ തെരഞ്ഞെടുത്തപ്പോ ഇൽമും കൊടുത്തു, സമ്പത്തും കൊടുത്തു, അധികാരവും കൊടുത്തു. അധികാരം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കാലിച്ചുവട്ടിലാണ്, ലോകം മുഴുവനും അടക്കി ഭരിക്കുകയാണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ സായത്തമാക്കി സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണല്ലോ ഉറുമ്പിൻ കൂട്ടം ബഹുമാനപ്പെട്ടവരുടേതാകുന്ന കുതിരപ്പടയാളികളുമായി കടന്നു വരുന്നത് കണ്ടിട്ട് എല്ലാവരും മാറിക്കോ എന്ന് പറഞ്ഞു. ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ എന്ന ഉറുമ്പിന്റെ രാജ്ഞി വിളിച്ചു പറഞ്ഞപ്പോ ഇതാ സുലൈമാൻ നബി അലൈഹിസ്സലാം അതിന്റെ പടയാളികളുമായിട്ട് ഇതാ ഈ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ കുതിരപ്പടയാളികളുമായി കടന്നു വരുന്നുണ്ട്. അതിന്റെ ചവിട്ടേറ്റുകൊണ്ട് നമ്മൾ നശിച്ചു പോകാൻ പാടില്ല, ഇല്ലാതായി പോകാൻ പാടില്ല. വേഗം നിങ്ങളെല്ലാവരും മാറിക്കോ, വഴിമാറിക്കോ എന്ന് പറഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ ഭാഷ ദൂരെ നിന്നുകൊണ്ട് തന്നെ തന്റെ കാതുകൾ കൊണ്ട് കേട്ട് വഴിതിരിച്ചു വിട്ടു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ ഉറുമ്പും കൂട്ടത്തെ പ്രയാസപ്പെടുത്തിയില്ല. എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? അത്രയേറെ ഇൽമിന്റെ ആഴത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. എന്താ കാരണം? ഇൽമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. എല്ലാം സായക്തമാക്കി കൊടുത്തു. ഇന്ന് നമ്മുടെ തലമുറയിൽ ആലിമാക്കാൻ തന്നെ ആളുകൾ മെനക്കെടുന്നില്ല. പുതിയ തലമുറ അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 5 മക്കളുണ്ട്, ഒരുത്തനെ ഹാഫിളാക്കുന്നില്ല, ഒരുവളെ ആലിമത്താക്കാൻ വന്നില്ല, ഫാദിലേക്ക് വിടുന്നില്ല. എന്താ കാരണോ? അത് വലിയ കാര്യം എന്തിനാന്ന് ചോദിക്കാം. മകനെ ആലിമാക്കാൻ പെടുന്നില്ല, എന്തിനാ? ശമ്പളമൊക്കെ വെറുതെ, വലിയ ശമ്പളമൊന്നുമില്ല, 10-20,000 രൂപ, വെറുതെ വേറെ ജോലിയൊന്നുമില്ല എന്ന് വാപ്പ തന്നെ പറയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ ദുനിയാവ് ആഗ്രഹിച്ചു, അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ചുള്ള ജീവിതം തരികയാണ്. നേരെ മറിച്ച് ഇവനിലൂടെ ഈ നാട് നന്മയുടെ വഴിത്താരിയിലേക്ക് എത്തണം, ഇവളിലൂടെ ഒരു തലമുറയെ സാലിഹത്തുകളാകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടണം എന്ന ചിന്ത വെച്ചിട്ട് സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടുന്നതാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കിക്കോ, വല്ലാഹി സുമ്മ വല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ഒരു തലമുറയെ നന്നാക്കുമെന്ന് മാത്രമല്ല, സമ്പത്തിൻ്റെതാകുന്ന പ്രയാസം ആ കുടുംബത്തിലുണ്ടാവുകയില്ല. ഉറപ്പാണത്. നിങ്ങളുടെ നീയത്ത് നന്നായ ഓക്കെയാണ്. നീയത്ത് ദുനിയാവായി, അപ്പൊ അതിനനുസരിച്ച് അടങ്ങേറ് തരും. നീയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നീയത്തുണ്ടായ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ നീയത്തതാവണം. ഒരു തലമുറയെ നന്നാവുകയാണ് ഇവരിലൂടെ, അങ്ങനെ കരുതണം. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ ആശീർവാദത്തോടുകൂടി ബഹുമാനപ്പെട്ടവരെ പറഞ്ഞുവിടുകയാണ്. വലിയ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാകുന്ന ജ്യേഷ്ഠന് 40 സ്വർണ്ണ നാണയം കൊടുത്തു, അദ്ദേഹത്തിനും കൊടുത്തു. വാപ്പയുടെ അനന്തരം 40 സ്വർണ്ണ നാണയം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുപ്പായത്തിന്റെ കശത്തിന്റെ ഭാഗത്ത് ആരും കാണാതെ തന്നെ ഉമ്മ തന്നെ തുന്നിച്ചേർത്ത് കൊടുത്തിട്ട് കളവ് പറയരുതെന്നൊരു ഉപദേശവും കൂടി കൊടുത്തിട്ട് ഉമ്മയാണ് മകനെ യാത്രയാക്കുന്നത്. ആ മകനാണ് ഔലിയാക്കളുടെ നേതൃത്വങ്ങളിൽ ഏറ്റവും വലിയ ഉന്നതമാക്കപ്പെട്ട ശ്രേണിയിലേക്ക് എത്തിയ അൽ ഖുതുബ് റബ്ബാനി വൽ ഗൗസ് സമദാനി അശ്ശൈഖ് അസ്സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്.
ഒരു ഉമ്മയാണ്, ഒരു മാതാവാണ് ആ കുട്ടിയെ തർബിയത്ത് ചെയ്തത്. മനസ്സിലാക്കണം. ആണ് ഞാൻ പറഞ്ഞത്, ഉമ്മയാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ഏറ്റവും വലിയ കലാലയം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ ഉമ്മ എന്ത് പറയുന്നു അതനുസരിച്ചാണ് ഇന്ന് കുടുംബം പോവുക. ഇപ്പൊ ഒരു യാത്ര പോകണമെങ്കിൽ തന്നെ അതിന്റെ ഷെഡ്യൂൾ ചെയ്യുക ഇന്ന് പലപ്പോഴും സ്ത്രീകളാണ്. അവർ പറയും ഇന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഭർത്താവ് വണ്ടി അങ്ങോട്ട് വളച്ചേ പറ്റുള്ളൂ, ഇല്ലേ കൂമ്പിന് ഇടി കിട്ടും, വൈകിട്ട് കഞ്ഞിയും വേറുകയാണ്. അള്ളാഹു സാലിയും കളിച്ചിറക്കണം. ആണോ അല്ലയോ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ പറയണേ നാളെ ഇന്നതാട്ടോ എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ, രാവിലെ ഉണക്കമീനും പപ്പടവും ആയിക്കോട്ടെ, ബിസ്മില്ലാ, ഒരു കുഴപ്പമില്ല. രാവിലെ നല്ല ബീഫ് അച്ചാറും നല്ല ഇടിയപ്പവും ആയിക്കോട്ടെ, ഇടിയുള്ള മേലെ ഉള്ളതായിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വല്ല പ്രശ്നമുണ്ടോ? പെണ്ണുങ്ങളാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെ വേണം. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. വീടിന്റെ കാര്യം കർത്താവൊക്കെ അവള് തന്നെയാണ്. കാര്യങ്ങളൊക്കെ കണക്കട്ടെ, അവള് തർബിയത്ത് ചെയ്യട്ടെ. പല കാര്യങ്ങളും അവൾ ശ്രദ്ധിക്കണം. ഭർത്താവ് വീട്ടിലില്ല, വീടിൻ്റെതാകുന്ന വാതിൽ കുത്തിയിടുന്ന സ്ഥലം വരെ ശ്രദ്ധിക്കണമെന്ന് തഴവ ഉസ്താദ് കൃത്യമായി അടയാളപ്പെടുത്തി. മലബാറിലേക്ക് വാതിന് വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന എന്റെ ഉമ്മയുടെ ഉപ്പയാണ് തഴവ ഉസ്താദ്. എന്റെ ഉമ്മയുടെ ഉമ്മയ്ക്ക് വേണ്ടി കത്തെഴുതും. ഇന്നിപ്പോ ലൗചിഹ്നത്തിന്റെ 2 സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിൽ അയക്കുന്നത് പോലെയല്ല അന്നത്തെ കത്ത്. അന്ന് നല്ല ദീനിയായ കത്ത് കൊടുക്കാൻ. എന്താ ഭാര്യയ്ക്ക് കൊടുത്തുന്ന കത്ത്? ഒരു വട്ടം കൊടുത്ത കത്തിന്റെ ഉൾഭാഗം ഇതാണ്: കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. സ്വന്തം ഭാര്യയ്ക്ക് എഴുതുന്ന കത്താണ്. കഥ കടയ്ക്കാതെ ഉറങ്ങരുതെന്ന്. എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ്, എന്നാലും ഒന്നുകൂടി ഉണർത്താണ്. ഭർത്താവ് വീട്ടിലില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭർത്താവിന്റെ വീട്ടിന്റെ താക്കോലുകളുടെ കൈവശമാണ്. കൈകാര്യകർത്താവ് ഭാര്യയാണ്. അവൾ കൊടുക്കുന്ന ഉപദേശമാണ്. നമ്മൾ ചുമ്മാ ഉമ്മ വെക്കുന്ന 3 സിഗ്നൽ ഇട്ടിട്ട് യാതൊന്നും അവസാനിപ്പിച്ച് ഹത്തും അടിച്ച് കഥ കടച്ച് കിടക്കാണ്. ഇവിടെ കൊടുക്കുന്ന ഉപദേശം ഇതാണ്: കഥ കടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. അടുത്ത് ചെന്നിടണേ, കഥകിന്റെ അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. നിങ്ങൾ എത്ര മനോഹരമായ ഉപദേശമാണ്. അന്ന് വീട്ടിൽ പശുവുണ്ട്, അതുകൊണ്ട് അതിനെ ഉണർത്തുക. പശുവിനൊക്കെയുമേ നിത്യമിൽ കാടി നൽകണമേ, അവയുടെ ദാഹമൊക്കെ ശരിക്ക് തീർത്ത് വിശപ്പടക്കിടണേ, വാജിബ് തന്നിതോർത്തിടണേ. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഉപദേശം. അള്ളാഹു നമ്മുടെ ഭാര്യമാരൊക്കെ സാലിഹത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ളതാകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ അതനുസരിച്ചിട്ട് അവർ ജീവിക്കാൻ. ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹബന്ധം ഇല്ല, ഒരു ഫോൺ വിളിയില്ല, ചെയ്യുന്ന ചാറ്റിങ്ങും എല്ലാം വേറെന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അങ്ങ് വെക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി എന്നാ ഉണ്ട്, വേറെന്തോണ്ട് വിശേഷം, വേറെന്തോണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാകുന്ന ഒരു സിമ്പലാണ്, അവസാന വാക്കാണ്. കാരണം പറയാനൊന്നുമില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതാണ് ഇന്നത്തേതാകുന്ന ഒരു സ്നേഹബന്ധം അങ്ങനെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് മാറിയാൽ മതി എന്നുള്ള ചിന്താഗതിയിലായിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പ്രിയമുള്ളവരെ, അവര് റെഡിയായാൽ എല്ലാം റെഡിയായി, വീട് ബർക്കത്താണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെ, ആ പ്രിയപ്പെട്ടതാകുന്ന പിതാവിനെ, രക്ഷകർത്താവിനെ തിരിച്ചറിയാത്തതാകുന്ന തലമുറയായി ഇന്നത്തെ തലമുറ മാറി. മാതാപിതാക്കളെ തൊഴിക്കുന്ന, ചവിട്ടുന്ന, ചീത്ത വിളിക്കുന്ന, ശകാരിക്കുന്ന, അവരെ തെറി പറയുന്ന, സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പരസ്യമായി അവരെ അവഹേളിക്കുന്ന മക്കളായി ഇന്നത്തെ തലമുറ മാറിയില്ലേ?
കേരളത്തിൽ തന്നെ വലിയ ചർച്ചയല്ലേ ലെസ്ബിയൻ കപ്പിൾസുകളെ കുറിച്ച്? ആരാണ് ഈ കപ്പിൾസുകൾ? മുസ്ലിം സഹോദരിമാരാണ്. ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിൽ ജീവിച്ചിരുന്നതാകുന്ന ഒരു തലമുറയിലൂടെ കടന്നു വന്നതാകുന്ന പ്രിയപ്പെട്ട മക്കൾ സൗദിയിൽ പോയി പരസ്പരം സ്നേഹിക്കുകയാണ്. ഒരുമിച്ച് ഒടിക്കുന്ന കലാലയത്തിൽ നിന്നുണ്ടായ സൗഹാർദ്ദപരമാകുന്ന പെരുമാറ്റം അത് പിന്നീട് കൂടി പ്രണയ ജോഡികളായി, ഇണക്കുരുവികളായി. അവസാനം കോവിഡ് വന്നപ്പോൾ ആണ് അവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്കൊരിക്കലും ഇനി പിഴിയാൻ പറ്റൂല, അത്രയേറെ ശാരീരിക ബന്ധത്തിൽ വരെ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അവസാനം കേരളം കണ്ടതാകുന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഷോയിലേക്ക് അവർ പങ്കെടുക്കുകയും അതിൽ മഹാനടൻ എന്നറിയപ്പെടുന്നതാകുന്ന വ്യക്തി എന്റെ വീട്ടിൽ ഞാൻ ഇവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് എന്റെ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിനെ പരസ്യമായി കൊണ്ടുവന്ന് സമൂഹമുന്നിൽ അവഹേളിക്കുകയും ചെയ്യുന്നത് ഈ രാജ്യം സാക്ഷിയായതാണ്. മനസ്സിലാക്കണം, ലോകത്തെ എല്ലാ മതങ്ങളും വെറുക്കുന്ന, എല്ലാവരും അകറ്റി നിർത്തുന്ന ഏറ്റവും നീചമായ, നികൃഷ്ടമായ, പ്രാകൃതമായ സംസ്കാരമാണ് സ്വവർഗരതി എന്ന് പറയുന്നത്. പുരുഷൻ പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തി ഒരുമിച്ച് ജീവിക്കുന്ന സമ്പ്രദായം ഗേ എന്നാണ് അതിന് പറയുക. സ്ത്രീ സ്ത്രീയുമായിട്ട് പരസ്പരം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ലൈംഗിക വേഴ്ച നടത്തി സ്വവർഗരതി അനുരാഗികളായി ഇണക്കുരുവുകളായി വസിക്കുന്നതാകുന്ന ലെസ്ബിയൻ കപ്പിൾസിന്റെ യുഗം ഇത് ലോകം മുഴുവനും എതിർത്തതാണ്. എന്നല്ല, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അറിയാം. ആ പ്രവാചകരെ തന്നെ ലോകം പരിചയപ്പെടുത്തിയതും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ സമുദായം ചെയ്തിരുന്ന ഏറ്റവും നീചകൃത്യമാകുന്ന ഇത്തരത്തിലുള്ളതാകുന്ന സ്വവർഗരതി അനുരാഗത്തിന് മേൽ ആ സമൂഹത്തെ ജിബ്രീൽ അലൈഹിസ്സലാം മുകളിലേക്ക് കൊണ്ടുപോയി കീഴ്മേൽ മറിച്ചിട്ടതാകുന്ന സംഭവം വരെ പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകം മുഴുവനും പഠിച്ചിട്ടുള്ളതാണ്, ഈ ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം എന്ന് അവകാശപ്പെടുന്ന ഏറ്റവും ഉത്തമമാകുന്ന സമുദായമായി ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ഈ സമുദായത്തിന്റെ വക്താക്കളിൽ ഇപ്പോഴും അത്തരത്തിലുള്ളതാകുന്ന നികൃഷ്ടപരമാകുന്ന പ്രവണതകളുമായി സമൂഹത്തിൽ ഏറ്റവും അരാജകത്വം സൃഷ്ടിക്കുന്ന ആളുകളായി ഇന്നത്തെ തലമുറയിൽ പലരും വന്നിട്ടുണ്ട്. പുരുഷന്മാരെ ഒതുക്കി നിൽക്കുക, ഗേകളായി ജീവിക്കുന്നവർ, ലെസ്ബിയൻ കപ്പിൾസായി ജീവിക്കുന്നവർ, ഇന്ന് ആ മക്കളെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് നമ്മുടെ മക്കളിൽ പലരും ആ ജീവിതം കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ ആണ് ഞാൻ പറയുന്നത്. വലിയ അപകടമാണ്. വരും തലമുറ മോശത്തിലേക്ക് പോകും. വരും തലമുറ എന്ന് പറയുന്ന തലമുറ തന്നെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആണും പെണ്ണും കൂടിയേ ചേരൂ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതിക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ളതാകുന്ന ഈ പ്രവണത, പ്രകൃതിയാൽ തന്നെ സംസ്കാര ശൂന്യമാകുന്ന പ്രവണത, അസാൻമാർഗത്തിലേക്ക് എത്തിക്കുന്ന ഈ പ്രവണത, തിന്മയിലേക്ക് എത്തിക്കുന്ന ഈ പ്രവണത, വരും തലമുറകളെ ഇല്ലാതാക്കുന്ന ഈ പ്രവണത, ലോകത്തെ സർവ്വ മതങ്ങളും പരിപൂർണമായി ഒഴിവാക്കുന്ന ഏറ്റവും നീചവൃത്യമാകുന്ന ഈ പ്രവണത ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ കൊടുക്കാത്ത ആത്മീയതയാണ്. അവിടെയാണ് ആത്മീയമാക്കപ്പെട്ട ഇത്തരത്തിലുള്ള കലാലയത്തിന്റെ പ്രസക്തി. നമ്മുടെ മക്കൾ ഗേകളായി മാറാതിരിക്കാൻ, നമ്മുടെ മക്കൾ ലെസ്ബിയൻ കപ്പിൾസായി മാറാതിരിക്കാൻ, നമ്മുടെ മക്കൾക്ക് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, ഖുർആനിന്റെ വായന കൊടുക്കണം, ഹദീസുകളുടെ പരന്ന വായന മക്കൾ കൊടുക്കണം. ലൂത്ത് നബി അലൈഹിസ്സലാം അടക്കമുള്ള സമുദായത്തെ കുറിച്ചുള്ള കൃത്യമാകുന്ന അറിവിന്റെ ആഴം തീർക്കുന്ന പണ്ഡിത മഹത്തുക്കളുടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ തർബീയത്തിലേക്ക് വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല തർബീയത്ത് കിട്ടണം. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധമായ കഅബാലയം പണിതിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഈ പരിശുദ്ധമായ കഅബാലയം പണിതത് നീ സ്വീകരിക്കണേ അല്ലാഹ്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ
إنك أنت السميع العليم إنك أنت السميع العليم അല്ലാഹുവേ ഈ പരിശുദ്ധമാക്കപ്പെട്ട കഅബ നീ ഞങ്ങളോട് പണിയാൻ പറഞ്ഞു. ഇതാ ഞാനും എന്റെ മകനാകുന്ന ഇസ്മായിലും കൂടി ഈ കഅബയുടെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അല്ലാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ നാഥാ. നീ അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. അല്ലാ ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ. കൂറ്റനാടുള്ളതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കുന്ന പ്രാർത്ഥനയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്. ഖുർആനിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ റബ്ബനാ എന്നെയും എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനാകുന്ന ഇസ്മായിലിനെയും നിനക്ക് വഴിപ്പെട്ടതാകുന്ന സച്ചരിതരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. യഥാർത്ഥ മുസ്ലിമാക്കി തരണേ അല്ലാ. തീർന്നില്ല ഉമ്മതം മുസ്ലിമത്തൻ ലക്, നിനക്ക് വഴിപ്പെടുന്നതാകുന്ന സമുദായമായി ഞങ്ങളുടെ പരമ്പരകളെയും സന്താന പരമ്പരകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിനക്ക് വഴിപ്പെടുന്ന യഥാർത്ഥ സാലിഹത്തുമായ സന്താന പരമ്പരകളായി ഞങ്ങളുടെ പരമ്പരയും നീ മാറ്റണേ. ആര് ദുആ ചെയ്തു? സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമ്മൾ ദുആ ഇരുന്നിട്ടുണ്ടോ? നമ്മൾ ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹു എന്നിലൂടെ എന്റെ പരമ്പര ഇസ്ലാമിക ആദർശത്തിൽ മുറുകെ നിർത്തണമെന്ന് ഏത് മനുഷ്യൻ ദുആ ഇറക്കുന്നു? നമുക്കൊന്നും താല്പര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം തന്നെ ചോദിക്കാൻ താല്പര്യമില്ല. സൂറത്തുൽ ഫാത്തിഹ 17 പ്രാവശ്യമാണ് സത്യവിശ്വാസിയാകുന്ന നമ്മൾ പോലും അറിയാതെ 5 വഖ്ത് നമസ്കാരത്തിലൂടെ ഓതിക്കൊണ്ടിരിക്കുന്നത്. 17 റക്അത്താണ് 5 വഖ്ത് നമസ്കാരം. സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4. 17 റക്അത്ത് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട അമലാണല്ലോ ഫർളായ നമസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അവനവന്റെ സ്വന്തം ശരീരത്തിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ ഹിസാബിടപ്പെടുന്നതാണ്. ആ ഫർള് നമസ്കാരത്തിൽ 17 റക്അത്തുകളിലും അല്ലാഹുവിനോട് നമ്മൾ തേടുന്ന തേട്ടം, ചോദ്യം ഒന്ന് മാത്രമാണ്. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ നയിക്കണേ നാഥാ. ഇത് ചെറിയ വിഷയമല്ല. ഇത് അണഞ്ഞു പോകാം എപ്പോ വേണമെങ്കിലും. ഈ ഹിദായത്ത് എന്ന ആത്മീയ വെളിച്ചത്തെ അണയാതെ കെടാതെ പരിപൂർണമായി നിലനിർത്തുന്നതാണ് ഇത്തരത്തിലുള്ള ആത്മീയ സ്ഥാപനങ്ങൾ. ആണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ആത്മീയ നഷ്ടപ്പെട്ടു പോകാൻ. ഇന്നിപ്പോ നിരീശ്വരവാദം വല്ലാതെ കൂടി വരാൻ, യുക്തിവാദം തളച്ചു വരാൻ. ചെറിയ മക്കൾ പോലും അതിനുവേണ്ടി വാദിക്കുന്നവരായി, അതിന്റെ പ്രചാരകരായി, അതിന്റെ പ്രവർത്തകരായി സമൂഹത്തിൽ നിലകൊള്ളുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചെറിയ മക്കൾ വരെ യൂട്യൂബിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെ കൊഞ്ഞണം കുത്താണ്. തിരിയുന്നതെല്ലാം ഇസ്ലാമിനെതിരെയാണ് ആളുകളൊക്കെ. എക്സ് മുസ്ലിം വേറെ, നിരീശ്വരവാദികളേറെ, യുക്തിവാദികൾ വരെ, ഏതെല്ലാം ആളുകളുണ്ടോ അവരൊക്കെ എല്ലാവരും ഉന്നം വെക്കുന്നത് ഒരേ ഒന്നിലേക്ക് മാത്രം. അതേതാ? അത് പരിശുദ്ധ ഇസ്ലാമാണ്. എന്തുകൊണ്ടാണ്? ഏറ്റവും ഉത്തമമായ മതം, ഏറ്റവും സ്വീകാര്യമായ മതം, ജനങ്ങളെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന മതം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രദ്ധേയമായ ഇസ്ലാം മതമാണ്. അതുകൊണ്ട് തന്നെ ആ മതത്തിന്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിച്ചുകൊണ്ടൊരു സമൂഹം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ആത്മീയത ഉറപ്പിച്ചു കൊടുക്കണം. അതിനാണ് മദ്രസകൾ, അതിനാണ് ഇത്തരത്തിലുള്ള ദീനീ സ്ഥാപനങ്ങൾ. ഇപ്പൊ ഈ സ്ഥാപനത്തിൽ പഠിച്ചതാകുന്ന വിദ്യാർത്ഥിനികളെ അവരെ ഈ മതത്തിന്റെ ആശയത്തിൽ നിന്ന് ഒരിക്കലും തന്നെ പുറത്താക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അവരാ മതം അത്രമേറെ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിൽ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഹിദായത്ത് പറയും ചെറിയ വിഷയമല്ല. റബ്ബ് വിചാരിച്ചാൽ ഇളക്കിക്കളയാം. അള്ളാഹു പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ ആലിമീങ്ങളുണ്ട്, വലിയ പടുകൂറ്റൻ ഇൽമിന്റെ വാഹകർ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർ ബിദ്അത്തിൽപ്പെട്ടു, കള്ളത്തൊരീക്കത്തിൽപ്പെട്ടു, വ്യാജന്മാരിൽപ്പെട്ടു. സമസ്ത എതിർത്തിട്ടുള്ള എത്രയോ വ്യാജ ത്വരീക്കത്തുകളുമായി നിലകൊള്ളുന്ന വലിയ വലിയ ആലിമീങ്ങളെ വരെ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ.
അപ്പൊ ഹിദായത്ത് ഒരു ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ പ്രകാശമാണ്. ആ ശോണിമ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം, എപ്പോഴെങ്കിലും ഇല്ലാതാകാം. അത് നിലനിർത്താൻ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വാദിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള, പരിപൂർണമായി സ്വാതന്ത്ര്യത്തിൽ പരിപൂർണമായി നിലനിർത്തിയിട്ടുള്ള മതം ഒന്നേ ഒന്ന്, അത് ഇസ്ലാമാണ്. ഇസ്ലാമാണ്. ചരിത്രം പഠിക്കണേ. പരിശുദ്ധ പ്രവാചകൻ ഇസ്ലാമിന്റെ ലോകത്തേക്ക് കടന്നു വരുമ്പോ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അറേബ്യൻ മണലാരുണ്യത്തിലേക്ക് പ്രവാചകനെ കടന്നു വരുമ്പോ ഡാർക്ക് ഏജിന്റെ യുഗമാണ്, വിജ്ഞാനം തൊട്ടുതീണ്ടാത്ത ഇരുണ്ട യുഗമാണ്, ജാഹിലിയത്തിന്റെ പടുക്കുഴിയിൽ അകപ്പെട്ടു പോയ സമൂഹമാണ്, അറിവില്ലാത്തവരാണ് സമൂഹമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ജനിച്ചു വീണാൽ വാപ്പമാരുടെ മുഖം കറുക്കുകയാണ്. ഖുർആൻ പറയാനല്ലേ, وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. മുഖം കറുക്കാണ് അപ്പോഴേ തന്നെ. ദാദാ നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മുഖം കറുക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയുള്ളതാകുന്ന സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾക്ക് ജനിക്കാനുള്ള അവകാശം കൊടുക്കാൻ, ജനിച്ചു വീഴുമ്പോൾ തന്നെ കുഴിച്ചു മൂടുകയാണ് പെൺകുട്ടികളെ. ഇത് വെറുതെ പറയുന്നല്ല, ചരിത്രമാണ്. അറേബ്യൻ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ഇത് ഇന്നത്തേതാകുന്ന പുതിയ കാലത്ത് വന്നിരുന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് വാദിക്കുന്നവർ ചരിത്രത്തെ അവമതിക്കുന്ന ആളുകളാണ്. ഇന്ന് പോസ്റ്റ് ട്രൂത്തിന്റെ കാലഘട്ടമാണ്. സത്യം പറയുന്നവരെ ജയിലടയ്ക്കുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചരിത്രം ഇല്ലാതാക്കുവാനും ചരിത്രത്തെ വളച്ചൊടിച്ച് സമൂഹത്തിൽ പഠിപ്പിക്കുവാനും വേണ്ടി വ്യഗ്രത കാണിക്കുകയും അതിനുവേണ്ടി കരിക്കുലം പദ്ധതികളെ തന്നെ താറുമാറാക്കിക്കൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്നതാകുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെയൊക്കെ അധികാരികൾ മാറിയിരിക്കുന്നു. അള്ളാഹു പരിപൂർണമായ സംരക്ഷണം ലോകത്തിന് നസീബാക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ചരിത്രം പഠിക്കുന്നില്ല. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. അന്നത്തെ ഉപ്പമാരുടെ മുഖം വല്ലാതെ മ്ലാനതയാകും, ദുഃഖഭാരം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടാകും, മുഖം കറുക്കും. എന്ന് പറഞ്ഞാൽ മാനസികമായി വലിയ സംഘർഷം. നിങ്ങൾക്ക് ഇതാ ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയപ്പെട്ടാൽ, അങ്ങനത്തെ ഒരു യുഗത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വിശുദ്ധ ഇസ്ലാം എന്ന ഈ പ്രത്യയശാസ്ത്രമാണ്. ജനിക്കാനുള്ള അവകാശം കൊടുത്തു മാത്രമല്ല, അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവൾക്ക് അറിവ് കൊടുക്കണം, അവളുടെ സംരക്ഷണം നോക്കണം. പിതാവിനോട് പറയുന്നു, അവളെ പരിപൂർണമായി സംരക്ഷിക്കണം. അവൾക്ക് വേണ്ടുന്ന ദീനിയായ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് അവളെ മാന്യമാക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കൈവശം വിവാഹം ചെയ്തയച്ചാൽ ആ പിതാവിന് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു ഹബീബ് മുഹമ്മദ് മുസ്തഫ. നോക്കൂ, നിങ്ങൾ മനസ്സ് മടിച്ചു നിൽക്കുന്നതാകുന്ന പിതാവിനോട് പറയുന്നു, നീ വിഷമിക്കണ്ട, ഈ പെൺകുട്ടിക്ക് നീ വിദ്യാഭ്യാസം കൊടുത്ത് ഹൈറായ നിലയ്ക്ക് അവളെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ ജീവിത പങ്കാളിയുടെ കൈവശം നീ ഏൽപ്പിച്ചാൽ, പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവളെ ഉന്നതമാകുന്ന തലത്തിലേക്ക് എത്തിച്ചതിന്റെ പേരിൽ നിനക്ക് സ്വർഗമാണ് പരിശുദ്ധ പ്രവാചകൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തത്. എന്നിട്ട് പറയാണ്, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ചില പെൺകുട്ടികൾ അറിവില്ലാതെ മുസ്ലിം സമുദായത്തെ തളച്ചിട്ടിരുന്നു എന്ന്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആര് തളച്ചിട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്? ആരാണ് നിങ്ങളെ തളച്ചിട്ടത്? എവിടെ തളച്ചിട്ടു? നിങ്ങൾ സ്വാതന്ത്ര്യം കൊണ്ട് വിവശിക്കുന്നത് തുണിയില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ കാബ്ര കളിച്ചുകൊണ്ട് തുള്ളണം എന്നുള്ളതാണ് എങ്കിൽ അത് ഇസ്ലാം മാത്രമല്ല, എല്ലാ മതത്തിൻ്റെതാകുന്ന യഥാർത്ഥ വിശുദ്ധിയിൽ നിന്ന് പുറത്താണ്. യഥാർത്ഥ വിശുദ്ധി ഇരുന്നത് നല്ലതല്ല. മനുഷ്യനായി പിറന്നിട്ടുള്ളവർ ഈ ദുനിയാവിലേക്ക് പ്രസവിക്കപ്പെട്ട് ജനങ്ങളുടെ മുമ്പാകെ വരുമ്പോൾ തന്നെ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് ജനങ്ങളുടെ മുമ്പാകെ കാണിക്കുക. അവസാനം കുഴിയിലേക്ക് ഇറക്കുമ്പോഴും 3 തുണി കൂടി വെച്ചിട്ടാണ്, 3 തുണിയിൽ പൊതിഞ്ഞിട്ടാണ് കബറിലേക്ക് ഇറക്കി വെക്കുക. അത് നിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. മനുഷ്യനായി പിറന്നവർ, ഞാൻ എടുത്തു പറയുകയാണ്, മനുഷ്യനായി പിറന്നവർ ഔറത്ത് മറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ടാണല്ലോ മലമൂത്ര വിസർജന നടത്തുമ്പോൾ പോലും എങ്ങോട്ട് ഇരിക്കുന്നു ആ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നതിനനുസൃതമായിട്ട് നിന്റെ തുണി മാറ്റിക്കൊണ്ടുവരണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അത് കഴിഞ്ഞ് ശൗചം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നീ ഉയരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതേപോലെ തന്നെ തിരിച്ച് താഴ്ത്തിയിട്ടിട്ട് വേണം നീ ആ ടോയ്ലറ്റിൽ നിന്ന് വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. അല്ലാതെ മൂത്രമൊഴിക്കാൻ പോകുന്ന പറഞ്ഞ് തലയെ മാടി കെട്ടിക്കൊണ്ട് പോവുക 1/2 കിലോമീറ്റർ മുമ്പ് തന്നെ ഇസ്ലാമിന്റെ ശൈലിയല്ല. അതുകൊണ്ടാണല്ലോ തൊട വെളിയിൽ കണ്ടപ്പോ സഹാബത്ത് ഉണർത്തിയത് മറ്റു സഹാബികളോട് അൽ ഫഖ്ദു ഔറത്തുൻ, തൊട ഔറത്താണ്, മറക്കണേ എന്ന് പ്രവാചക പ്രിയപ്പെട്ട അനുയായികൾ അവരുടെ പ്രിയപ്പെട്ടതാകുന്ന സൗഹൃദ വലയങ്ങളോട് ഉണർത്താനുള്ള കാരണം അതാണ്. തുണിമാണി ഇങ്ങനെ മടക്കി കുത്താൻ പാടില്ല, വളരെ ശ്രദ്ധിക്കണം. ഔറത്ത് ഒളിവാകാൻ പാടില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുമുക്കളുടെ ഭാഗം ഔറത്താണ്. അപ്പൊ ചിലര് മനസ്സിലാക്കിയിരിക്കുന്നത് സ്വാതന്ത്ര്യം കൊണ്ട് അങ്ങനെ ഒരു വിവക്ഷയാണ് എങ്കിൽ അത് ലോകത്ത് മനുഷ്യനായി പിറന്ന ഒരാളും അംഗീകരിക്കുന്നതല്ല. തുണിയില്ലാതെ എപ്പോഴും കള്ളും കഞ്ചാവും അടിച്ചിട്ട് ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുക എന്നുള്ളത്. ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതാകുന്ന ആളുകൾ തന്നെ ആ ലഹരിയുടെ ദൂഷ്യഫലത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഏത് വസ്തുവിനാണ് ഇല്ലാത്തത്? ഉപയോഗിക്കൽ നല്ലതാണെന്ന് പറയുന്നവർ പോലും അതിന്റെ ദൂഷ്യഫലങ്ങൾ പറയുന്നുണ്ട്. പിന്നല്ലേ ഇസ്ലാം മതം നിന്റെ ബുദ്ധി അത് തകരാറിലാക്കുമെന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മാത്രമല്ല, കള്ളു കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരി നുണഞ്ഞുകൊണ്ട് വീട് വന്നണയുന്നവർ ആ കുടുംബജീവിതം താറുമാറാകും, ഭാര്യ ഭർത്ത ബന്ധം തകരാറിലാകും, മാതാപിതാക്കളെ തിരിച്ചറിയാതാകും, സ്വന്തം മക്കളെ വ്യഭിചരിക്കപ്പെടും. എത്രയോ ചരിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നടമാടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ അത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ സർക്കാർ പോലും ഒരു ഭാഗത്തിലൂടെ ബിവറേജുകൾ തുറന്നിട്ട് അതിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നതും പരസ്പരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വിരോധാഭാസമാണ്! അവർ തന്നെ ഒരു ഭാഗത്തിലൂടെ ഇതിങ്ങനെ കൊടുക്കുന്നു, എന്നിട്ട് അപ്പുറത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പോയിട്ട് അതേ അധികാരികൾ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു. എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് ബിവറേജ് ഉദ്ഘാടിക്കുക. എന്നാലോചിച്ചു, എന്താണ് ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അത് പാടയെ നിരാകരിക്കുകയാണ്, ഒഴിവാക്കണം. എന്തിന്? മനോഹരമായ ഒരു കുടുംബ ജീവിതത്തിന്, നല്ല ഒരു രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി, നല്ല ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി, നല്ല ഒരു തലമുറ ഈ ലോകത്ത് സമ്മാനിക്കുന്നതിന് വേണ്ടി ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന, ഖുർആനുക വായന കൊണ്ട് നടത്തിയിട്ടുള്ളതാകുന്ന നല്ല സാലിഹീങ്ങളെ ഈ ലോകത്ത് സമ്മാനിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഇസ്ലാം അത് ഒഴിവാക്കാൻ പറഞ്ഞു. അല്ലാതെ പുതിയ തലമുറ മനസ്സിലാക്കുന്നത് ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കലാണ് സ്വാതന്ത്ര്യം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടുള്ള ലോകത്ത് ഒരാളും അംഗീകരിക്കാത്ത വസ്തുതയാണ്. അപ്പൊ തുണി അഴിച്ചിട്ട് നടക്കലല്ല സ്വാതന്ത്ര്യം, ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കലല്ല സ്വാതന്ത്ര്യം. മറിച്ച് സ്വാതന്ത്ര്യം എന്താണ്? ഈ രാജ്യത്ത് മനോഹരമായ ജീവിതം നയിക്കുന്നതിന് നിനക്കൊരു യാതൊരു തടസ്സവുമില്ല. നിന്റെ വസ്ത്രം നിനക്ക് പരിപൂർണമായി അന്യരിൽ നിന്ന് മറപാലിച്ചുകൊണ്ട് നിൽക്കൊള്ളാനാണ് ഔറത്ത് മറയ്ക്കുക എന്ന് പറയുന്നത്. ഔറത്ത് എന്ന് പറഞ്ഞാൽ മറയെന്നാണ്. അതിനെപ്പോഴും കരിമ്പുടം മുതച്ച് മുഖവും മറച്ച് നിലകൊള്ളണമെന്ന് ആരും ലോകത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ കൊച്ചിയിൽ ഒരു സ്കൂളിൽ ഒരു വിവാദം ഉണ്ടായി, തലയിലെ തട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ ചാനലാകുന്ന മുഴുവൻ ചാനലുകളും ആ വിവാദത്തെ ആളിക്കത്തിക്കാൻ വേണ്ടി മുഖം മാത്രം പുറത്തേക്ക് കാണിച്ച് ബാക്കി ശിരോവസ്ത്രം മുഴുവനും ഇട്ടുകൊണ്ട് നടക്കുന്ന പെൺകുട്ടിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ട് ഓരോ മീഡിയക്കാരും ചോദിക്കുന്നു, ഈ രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട്, ഈ രീതിയിൽ നിക്കാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? എന്തിന്? ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും ചലനം സൃഷ്ടിച്ച് അവനെയൊക്കെ കുഫിരിയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവണത മീഡിയ പ്രവർത്തകർ നടത്തുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ മുഖം മറച്ച് അങ്ങനെ പോകുന്ന വിഷയമല്ല ആ സ്കൂളിൽ ഉണ്ടായത്. മറിച്ചെന്താ? തലയിലൊരു തട്ടമിട്ട് ആ സ്കൂളിലെ പ്രിൻസിപ്പൾ ആകുന്ന ലോകം മുഴുവൻ ഇളിച്ചുകൊണ്ട് വന്നതാകുന്ന ആ സിസ്റ്റർ ഇട്ടിരിക്കുന്ന തലയത്തോണി ഇട്ടുകൊണ്ട് വന്നു എന്നുള്ളതാണ്. പക്ഷെ അത് തന്നെ വലിയ വിവാദമാക്കി കോലലുക്കം സൃഷ്ടിച്ചുകൊണ്ട് വന്നു. ഞാൻ നിർത്തുന്നു, ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ വസ്ത്രവിധാനത്തിന്റെ വിഷയത്തിൽ പരിപൂർണമായ ഒരു ഇസ്ലാമിക മാനമുണ്ട്. അന്യരിൽ നിന്ന് മറപാലിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മാനം. അന്യ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ മുന്നിൽ അത് വേണ്ടതില്ല. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി തങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന എന്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ എന്റെ മുൻകൈ മറച്ചിരുന്നില്ല, എന്റെ തല മറച്ചിരുന്നില്ല, ഞാൻ കയറി ചെല്ലും. വാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം ചെയ്തിരിക്കുന്നതും അതേ വീട്ടിനുള്ളിലാണ്. ഞാൻ അങ്ങനെ തന്നെ ചെല്ലാറുണ്ട്.
പക്ഷേ ഫലമ്മ ദുഫിന ഉമറു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന എനിക്ക് അന്യനാകുന്ന മഹാനാകുന്ന രണ്ടാം ഖലീഫയെ കൊണ്ടുവന്ന് അടക്കം ചെയ്തപ്പോ ഫവല്ലാഹി മാ ദഖൽതു അലൈഹി ഇല്ലാ വഅന മസ്ദൂദത്തുൻ അലൈഹി സിയാബി, എന്റെ ശരീരം മുഴുവനും മറച്ചിട്ടാണ് ഞാൻ പിന്നെ പോയിട്ടുള്ളത്, കാരണം എനിക്ക് അന്യനാണ് അദ്ദേഹം എന്ന് മഹാനാകുന്ന മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ മറമാലിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ നഗ്നമാക്കപ്പെട്ടതാകുന്ന ഭാഗങ്ങൾ മറപിടിക്കേണ്ടതാകുന്ന ആകാരസൂഷ്ഠമുള്ളതാകുന്ന ശരീരമാണല്ലോ സ്ത്രീകളുടേത്. മറ്റുള്ളവരെ കണ്ടാൽ ആകർഷണത്വം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആ ആകർഷണത്തെ മറച്ചു പിടിക്കുക അന്യരിൽ നിന്ന്, അതാണ് ഇസ്ലാമിന്റെ ആദർശം. അല്ലാതെ സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ മറയ്ക്കാനല്ല. അത് അനുവദനീയമാണ്, ശരീരം മുഴുവൻ തുറന്നു കാണിക്കാൻ. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾക്ക് മുന്നിൽ സ്ത്രീകൾക്ക് അവരുടെ അവയവത്തിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നത് തന്നെ ഇസ്ലാം പറയുന്നുണ്ട്, അനുവദനീയമായത്. ശരീരം മുഴുവനും അന്യരിൽ നിന്ന് മറപാലിച്ചുകൊണ്ട് നിലകൊള്ളണം എന്ന് പറഞ്ഞത് തീർത്തും അന്യരായിട്ടുള്ള ആളുകളിൽ നിന്നാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്ന കലിയുഗമാണ്. ഹറാമായ കാഴ്ചകളും ഹറാമായ പ്രവണതകളും കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശമല്ലേ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാധവിക്കുട്ടിയമ്മ എല്ലാവർക്കറിയാം, കമലാസുരി എന്ന പേര് സ്വീകരിച്ചവരാണ്, കവയിത്രിയാണ്. ഇന്ത്യ രാജ്യം കണ്ട വലിയ കവയിത്രി, കേരളം കണ്ട ഏറ്റവും വലിയ കവയിത്രി, ധാരാളം കവിതകൾ ലോകത്തിന് സമ്മാനിച്ചവർ, ഒരുപാട് ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ളവർ. അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അവർ പരസ്യമായി എഴുതി വെച്ചു, ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റാകുന്ന ചാലാ മാർക്കറ്റിലൂടെ ഞാൻ സാരി ഉടുത്തു അല്ലെങ്കിൽ പർദ്ദയല്ലാത്ത മറ്റേതെങ്കിലും വസ്ത്രം ധരിച്ചു കൊണ്ടുപോയാൽ എന്റെ ശരീരത്തിന്റെ ആകാരസൗഷ്ഠവത്തിലേക്ക് കഴുകക്കണ്ണുകളോടുകൂടിയാണ് ആളുകൾ നോക്കാറുള്ളത്. എന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കുത്തിവലിക്കുന്ന രീതിക്ക് നോക്കാറുണ്ട്. എന്നാൽ പർദ്ദ ധരിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ പരിപൂർണ സുരക്ഷിതയാണ്. എഴുതി വെച്ചത് വർഷങ്ങളോളം മറ്റൊരു മതത്തിന്റെ ആശയാദർശത്തിൽ ജീവിച്ച് അവസാനം ദിവ്യ വെളിച്ചം കിട്ടിയപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാതുര തീരത്തേക്ക് കടന്നു വന്നതായ മാധവിക്കുട്ടിയമ്മ എന്നറിയപ്പെടുന്നതാകുന്ന സഹോദരി, കമലാസുരി എന്നതാകുന്ന പരിപൂർണമായ ഇസ്ലാം മതത്തിന്റെ ഒരു പേര് സ്വീകരിച്ച് ഇസ്ലാം മതത്തിന്റെ ആദർശ വിശുദ്ധിയിൽ തന്നെ പിന്നീട് ജീവിതം കാഴ്ചവെച്ച് നല്ലൊരു മരണം ലോകത്തിന് സമ്മാനിച്ച മഹദിയാണ്. അല്ലാഹു എടുത്തത് ദർജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വിവരവും ബോധമുള്ളവരൊക്കെ ഇത് സമ്മതിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അറിവില്ലാത്തതാകുന്ന ഏതെങ്കിലും കപ്പിൾസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ലോകത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ റാഹത്തായി ഇന്ന ബോസിനകത്ത് കാണാൻ പറ്റി, ഇന്ന ബിഗ് ബോക്സിൽ കയറി, ഇന്നതിനകത്ത് കയറാൻ പറ്റി, നിങ്ങളും അതുകൊണ്ട് ഇങ്ങനെ നടന്നോ എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ കിടന്ന് തുള്ളുന്ന ആളുകളായി നമ്മുടെ മക്കൾ മാറരുത് ആണ് ഞാൻ പറയുന്നത്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. ദീന് പരിപൂർണമായി മുറുകെ പിടിക്കുന്നതായ യഥാർത്ഥ സാലിഹീങ്ങളിൽ സാലിഹാത്തുകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തണേ അല്ലാ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ടല്ലേ ഒരു രണ്ട് സ്ത്രീകളെയാണ് ലോകത്തുള്ള മുസ്ലിം സഹോദരിമാർക്ക് ഏറ്റവും വലിയ മാതൃകയായി, ലോകത്തുള്ള വിശ്വാസിനികൾക്ക് അഥവാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത് രണ്ട് സ്ത്രീകളെയാണ് പരിശുദ്ധമായ ഖുർആൻ. ലോകത്തുള്ള മുഴുവൻ വിശ്വാസിനികൾക്കും ഉപമയായി യഥാർത്ഥ ഈമാനിന്റെ വക്താക്കളായി അള്ളാഹു പരിചയപ്പെടുത്തിയത് രണ്ട് പുരുഷന്മാരെ അല്ല. ഒരു പെണ്ണ് നന്നായാൽ ലോകം നന്നാകും, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത്, സമയമില്ല, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയായ ഞാനാണ് അല്ലാഹു എന്ന് വിളിച്ചു പറഞ്ഞ നിങ്ങളുടെ ഏറ്റവും ഉന്നതനാകുന്ന റബ്ബാകുന്ന അല്ലാഹുവിനേക്കാൾ ഏറ്റവും സമുന്നതനായ റബ്ബ് ഞാനാണ്. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഏറ്റവും ഉന്നതനായ രക്ഷിതാവ് ഞാനാണ് എന്ന് വിളിച്ചു പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചതാകുന്ന ഫിർഔൻ എന്നറിയപ്പെടുന്ന റംസീസ് രണ്ടാമനെ കുറിച്ച് ലോകരെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഞാനാണ് ഏറ്റവും ഉന്നതൻ, ഞാനാണ് ഏറ്റവും വലിയ അധികാരി, ഏകാ
ഏകാധിപതിയായി സ്വേച്ഛാധിപതിയായി പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റേതാകുന്ന ദിവ്യബോധവുമായി കടന്നു വന്ന മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെതിരെ വാളോങ്ങാ നിലകൊണ്ടതാകുന്ന ഫിർഔൻ സ്വന്തം ഭാര്യത പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നറിഞ്ഞപ്പോ ആ ഭാര്യത ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കടത്തിയിട്ട് ശരീരവാസകളെ പ്രയാസപ്പെടുത്തിയ ചരിത്രം പരിശുദ്ധമായ ഖുർആനിലൂടെ വായന നടത്തിയവരല്ലേ? അവരാ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ പടച്ചറപ്പേ. ആസിയ ബീബി അള്ളാഹുവിനോട് തേടുകയാണ്, റബ്ബി ബിനിലി ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു മനോഹരമായ ഒരു ഭവനം എനിക്ക് നീ നൽകണേ അല്ലാഹ്. വനജ്ജിനി എന്റെ ഭർത്താവാകുന്ന അധികാരിയായ ധിക്കാരിയായ തമ്മാടിയായ റൗഡിയായ ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതായ ഈ ഫിർഔൻ എന്ന റംസീസ് രണ്ടാമനിൽ നിന്ന് അവന്റെ കൂട്ടാളികളിൽ നിന്ന് അവന്റെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. എനിക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. അവസാന ശ്വാസം നിലയ്ക്കുന്ന സമയത്ത് പോലും ഈമാൻ പിടിപെടാതെ, ഈമാൻ മറക്കാതെ പരിപൂർണമായി ഈമാനിൽ തന്നെ അടിയുറച്ച് നിലകൊണ്ടതായ മഹദിയാകുന്ന സയ്യിദത്തുനാ ആസിയ റളിയല്ലാഹു അൻഹാ, ആ മഹദി അവരുടെ ഈമാനാണ് ലോകത്തുള്ള വിശ്വാസിനികൾക്ക് വരേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വന്നിട്ടുള്ളതും വരാനിരിക്കുന്നതുമായ സർവ്വ മഹത്തുക്കൾക്കും സർവ്വ ഔലിയാക്കൾക്കും സർവ്വ മശായിഖന്മാർക്കും സർവ്വ ത്വരീഖത്തിൻ്റെതാകുന്ന നേതാക്കൾക്കും ഇനി ലോകത്ത് വരുന്നതാകുന്ന സർവ്വ മുസ്ലിം അംഗമാർക്കും മുസ്ലിം സഹോദരങ്ങൾക്കും മാതൃകയായി അവർക്ക് ഏറ്റവും ഉപയുക്തമാകുന്ന ദീനിന്റെ കാവൽ ഭടനായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഏതെങ്കിലും നബിമാരെയല്ല, ഏതെങ്കിലും പ്രവാചകന്മാരെയല്ല, ഫിർഔൻ എന്ന് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയുടെ ഭാര്യയായ അള്ളാഹുവിന്റെ റസൂലാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന ആസിയ ബീവി ആണെന്ന് വിശുദ്ധമായ ഖുർആൻ.